ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണിത്. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ സ്നാക്സ് കൊടുത്തു വിടുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ് ഫ്രൈ ചെയ്യുന്നതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമൊക്കെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഏത്തപ്പഴം ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വീട്ടിലെ അംഗത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഏത്തപ്പഴമൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ഈ ക്വാണ്ടിറ്റി ഇരട്ടിയായിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 മുട്ടയും വേണം. മുട്ട ഇതുപോലെ തന്നെ ചെറിയ മുട്ട ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമുക്കിത് വാട്ടിയെടുത്ത് കുഴച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന ഷേപ്പൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് കുഴച്ച് എടുക്കാവുന്നതാണ്. നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 പഴം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ആ നെയ്യിലോട്ട് നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് ഏത്തപ്പഴം മുട്ടയും കൂടുതൽ എടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഇനി മധുരം കുറവുള്ള ഏത്തപ്പഴമാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മധുരം ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരം ഉള്ളതാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരകിയതാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊന്ന് ചേർത്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ തേങ്ങ എടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്ന് വെച്ചാൽ ആ വൈറ്റ് കളർ പോകാതെ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത തേങ്ങയാണത്. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട 2ഉം അതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കത് ചിക്കിയെടുക്കണം. പിന്നെ ഇതിൽ തേങ്ങയുടെ കൂട്ടും അതുപോലെ തന്നെ മുട്ട ചേർക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ. കാരണം മുട്ട കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതുപോലെ തന്നെ തേങ്ങ കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങ കൂടുതൽ ചേർക്കാം. ഈ 2നും അധികം അങ്ങനെ ഇത്ര അളവൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് വഴന്ന് കഴിയും നമുക്ക് ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ആദ്യം. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കയ്യിൽ ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടി എടുക്കുകയോ ലഡുവിൻ്റെ ഷേപ്പിലെടുക്കാം, കട്ട്ലേറ്റിൻ്റെ രൂപത്തിലെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഓരോ മോൾഡൊക്കെ ഓരോ ഷേപ്പിലുള്ള മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എങ്ങനെയാണോ അത് ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസും ഇവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒരു ഏകദേശം കട്ട്ലൈറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കട്ട്ലൈറ്റൊക്കെ നമ്മൾ കഴിക്കണ മാതിരിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു ഷേപ്പിലാക്കി കഴിയുമ്പോൾ അപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ആയിരിക്കും. തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറയുക ചൂടാക്കിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്